ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്കാർക്കും മറക്കാനാവാത്തൊരു ജീവിയുണ്ട്, ഡെയർ വോൾഫ്. Run to the litter. That one's yours, Snow. സീരീസിൽ ഉടനീളം തൂവെള്ള നിറത്തിൽ ഏവരെയും ആകർഷിച്ച ഈ ചെന്നായ്ക്കളെ ആരും മറക്കാൻ സാധ്യതയില്ലതാണ്. എന്നാൽ ഏകദേശം 12,500 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ഇവയെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ടെക്സാസ് ആസ്ഥാനമായ കൊളോസൽ ബയോസയൻസ് എന്ന കമ്പനിയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഡി എക്സ്റ്റൻഷൻ എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. റോമുലസ് എന്നും റെമുസ് എന്നുമാണ് ആദ്യം ജനിച്ച ഈ ആൺ ചെന്നായ്ക്കുട്ടികൾക്ക് പേര് നൽകിയിരിക്കുന്നത്. മാസം മാത്രം പ്രായമുള്ള ഇവയ്ക്ക് ഇതിനകം 4 അടി നീളവും 36 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവുമുണ്ട്. 2024 ഒക്ടോബർ 1 ഇവയുടെ ജനനം. ഇവയെ കൂടാതെ 2025 ജനുവരിയിൽ ഒരു പെൺ ചെന്നായും ജനിച്ചിരുന്നു. ഖലീസി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. DNA ക്ലോണിംഗ്, ജീൻ എഡിറ്റിംഗ് തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് 12,500 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഇവയെ പുനർജനിപ്പിച്ചത്. ഡെയർ ചെന്നായകളുമായി ഏറ്റവും അധികം സാമ്യമുള്ള ഗ്രേ ചെന്നായകളുടെ DNA ആണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചത്. ഫോസിലുകളിൽ നിന്ന് ലഭിച്ച 12,500 വർഷം പഴക്കമുള്ള ഡെയർ വോൾഫിന്റെ ഒരു പല്ല്, 72,500 വർഷം പഴക്കമുള്ള തലയോട്ടി എന്നിവയിൽ നിന്ന് ഡയർ ചെന്നായ്ക്കളുടെ DNA വേർതിരിച്ചെടുത്താണ് പഠനം നടത്തിയത്. പരിഷ്കരിക്കപ്പെട്ട ഈ DNA ഒരു ഗ്രേ വോൾഫിന്റെ അണ്ഡത്തിൽ പ്രവേശിപ്പിച്ചു. ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത ഭ്രൂണം ഹൗൺ വിഭാഗത്തിൽപ്പെട്ട ഒരു നായയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. ഈ നായയാണ് ഡയർ വോൾഫുകൾക്ക് ജന്മം നൽകിയത്. വടക്കേ അമേരിക്കയിൽ കാണപ്പെട്ടിരുന്ന ഒരു പ്രധാന വേട്ട മൃഗങ്ങളിൽ ഒന്നായിരുന്നു ഡയർ ചെന്നായ്ക്കൾ. ശരീരത്തിന്റെ വലിപ്പ കൂടുതലും കട്ടിയുള്ള രോമങ്ങളും ശക്തിയേറിയ താടിയലുകളുമാണ് ഇവയുടെ പ്രത്യേകത. വടക്കേ അമേരിക്കയിലെ സമതലങ്ങൾ, പുൽമേടുകൾ, തെക്കേ അമേരിക്കയിലെ വരണ്ട സവന്ന എന്നിവിടങ്ങളിൽ നിന്ന് ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ളവയാണ് ഇവയുടെ വംശനാശത്തിന് കാരണമെന്ന് കരുതപ്പെടുന്നു. പൊതുവെ മനുഷ്യനുമായി അകലം പാലിക്കുന്നവരാണ് ഡയർ വോൾഫുകൾ. റോമുലസും റെമുസും ഇതേ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. സാധാരണ നായ്ക്കുട്ടികൾ മനുഷ്യരെ കാണുമ്പോൾ കാണിക്കുന്ന അടുപ്പവും പ്രസരിപ്പും ഇവ കാണിക്കുന്നില്ല. പകരം പേടിച്ച് പിൻവാങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡയർ ചെന്നായ്ക്കളുടെ എല്ലാ ജനിതക സ്വഭാവങ്ങളോടും കൂടിയ ചെന്നായ്ക്കളാണ് ജന്മമെടുത്തതെന്നും അവർ പറഞ്ഞു. നിലവിൽ 2000 ഏക്കർ വരുന്ന ഒരു രഹസ്യ ഭൂപ്രദേശത്താണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത്. 10 അടി ഉയരത്തിലുള്ള വേലി കെട്ടി ഈ സ്ഥലം സംരക്ഷിച്ചിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാരും ഡ്രോണുകളും നിരീക്ഷണ ക്യാമറകളും ഇവയെ നിരീക്ഷിച്ചു വരികയാണ്.